നമസ്കാരം. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഞങ്ങളിന്ന് ഞങ്ങളുടെ കസിൻ്റെ കല്യാണം കൂടാനായിട്ട് പോവുകയാണേ. കല്യാണം അല്ല കേട്ടോ, എൻഗേജ്മെൻ്റ് ആണേ. നമ്മളിപ്പോൾ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ കസിൻ്റെ വീട് ധർമ്മസ്ഥലയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ധർമ്മസ്ഥല നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗോമട്ടേശ്വര സ്റ്റാച്യു ഒക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ധർമ്മസ്ഥലയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ജേർണി ഉണ്ട് നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. അവരുടെ ലൊക്കേഷൻ കുവ എന്നുള്ള പ്ലേസ് ആണ്. ഈ കുവ എന്നുള്ള പ്ലേസ് ഉള്ളത് ബാളന്നൂർ എന്നാർപ്പുറ റൂട്ടിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഘാട്ടി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 11 മുതൽ 12 ഹെയർ പിൻ കർവുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതെല്ലാം കിടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ എത്താനായിട്ട്. നല്ല ടയേർഡായിട്ടുണ്ട് ഇപ്പം തന്നെ. ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഒന്ന് കടന്നു കിട്ടാൻ ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ഈ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് എത്ര എക്സ്പ്ലോർ ചെയ്താലും മതിയാവാത്ത രീതിയിലുള്ളതാണ് കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലോറയും ഫോനയും ഒക്കെ ഉള്ള ഏരിയ ആണല്ലോ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്. അത് കയറി കഴിയുമ്പോഴുള്ള ബ്യൂട്ടി നല്ല രസമാണ്. നിറച്ചും കാപ്പിത്തോട്ടവും ഒക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല കൂളായിട്ടാണ് കേട്ടോ എപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ ടെമ്പറേച്ചറിനെക്കാട്ടും എപ്പോഴും കുറവാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മൾ എത്തിയ ഉടനെ തന്നെ ഗസ്റ്റിനെ എല്ലാം അവരുടെ ഫാമിലി വെൽക്കം ചെയ്തു. അതിനുശേഷം ചെറുക്കനെ പെണ്ണിനെ വിളിക്കുന്നതാണ് കേട്ടോ സ്റ്റേജിലേക്ക്. അപ്പോൾ അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് അവിടുത്തെ വോയിസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാരേജ് ആണ് കേട്ടോ. കാരണം പെൺകുട്ടി കൊങ്കിണി ക്രിസ്ത്യൻ ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രോഗ്രാം എന്തായിരിക്കും എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. The same music will be played. ಎರಡು ಕೈಗಳ ಮೇಲೆ ಎತ್ತೋಣ. ಎರಡು ಕೈ. Come on, say hallelujah. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ പുതുമയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവർ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ രണ്ടുപേരുടെയും പേര് പറഞ്ഞില്ലല്ലേ. അപ്പോൾ നമ്മുടെ കസിൻ്റെ പേര് ജിബിൻ എന്നാണ്. അതേപോലെ പെൺകുട്ടിയുടെ പേര് അർപ്പിത എന്നാണ് കേട്ടോ. ഇവർ രണ്ടുപേരും 7 വർഷം സ്നേഹിച്ചിട്ടാണ് കേട്ടോ കല്യാണം കഴിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കും ഒരു അതിശയമായിപ്പോയി. അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നേ. അർപ്പിതയ്ക്ക് കന്നഡയും കൊങ്കിണിയാണ് കേട്ടോ അറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന MC ജിബിനോട് പണ്ട് നീ പ്രപ്പോസ് ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെ ഇപ്പൊ അർപ്പിതനെ പ്രപ്പോസ് ചെയ്യാൻ പറയുവാണേ. അപ്പൊ അവരത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാവേ. ನಾವ್ ಯಾರು ನೋಡಿರ್ಲಿಲ್ಲ ಆ ಟೈಮಲ್ಲಿ. ಡೆಫಿನೆಟ್ಲಿ ಆ ಟೈಮಲ್ಲಿ ನಾವಂತೂ ನೋಡಿಲ್ಲ. ಯಾರಾದ್ರೂ ನೋಡಿದ್ರ ಫ್ರೆಂಡ್ಸ್ಗಳು, ಕ್ಲಾಸ್ಮೇಟ್ಸ್ಗಳು? ಇಲ್ಲ. ದಿಸ್ ಇಸ್ ಅ ಟೈಮ್, ದಿಸ್ ಇಸ್ ಅ ಮೂಮೆಂಟ್ ಜಿಬಿನ್ ಟು ಪ್ರಪೋಸ್ ಯುವರ್ ಕ್ವೀನ್. ಓಕೆ, ಮೈಕ್ ಬೇಕಾದ್ರೆ ಕೊಡ್ತೀನಿ. ಮಲಯಾಳಂನಲ್ಲಿ ಹೇಳೋದಾದ್ರೂ ಹೇಳ್ಬಹುದು. ಶಾರುಖ್ ಖಾನ್ ಇಂಪ್ರೆಷನ್ ನೀವು ಇಂಪ್ಲಿಮೆಂಟ್ ಮಾಡೋದಾದ್ರೂ ಮಾಡಬಹುದು. ಆನ್ ಯುವರ್ ನೀಸ್ ಮ್ಯಾನ್, ಕಮ್ ಆನ್ ಮ್ಯಾನ್. ഇനി അർപ്പിതയുടെ പേരൻസ് സ്റ്റേജിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ട് വെറ്റിലയും അടയ്ക്കയും കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവരുടെ പള്ളിയിലെ അച്ഛനാണ് കേട്ടോ സ്വാഗതം കൊടുത്തത്. അതിനുശേഷം ജിബിൻ്റെ പേരൻസിനും അതുപോലെ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റിനും സ്വാഗതം ചെയ്തു. ಇವರಿಗೆ ಎಲೆ ಅಡಿಕೆ ನೀರಿನ ತಾಂಬೂಲವನ್ನು ನೀಡಬೇಕಾಗಿ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ಒಂದೆರಡು ಚಪ್ಪಾಳೆ. ಕಮಾನ್ ಎವ್ರಿವನ್. ಈಗ ಶ್ರೀಮತಿ ಮೆರ್ಸಿನ್ ಡಿಸೂಜ್ ಅವರು ಒಟ್ಟಾರದ ಪ್ರತಿನಿಧಿಗಳು ನಮಗೆಲ್ಲರಿಗೂ ಎಲೆ ಅಡಿಕೆ ನೀರಿನ ಸ್ವಾಗತವನ್ನು ತಮ್ಮ ಮಗಳ ನಿಶ್ಚಿತಾರ್ಥದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕೋರುವರು. जमलेल्या समस्त लोकांक पान पडूच कसं स्वागत. ಜೋರ ದೇವರಿ ಗುರುಮನಿ ಆಗಿ അതിനുശേഷം അവരൊരു പ്രാർത്ഥനയാണ് ചൊല്ലിയത്. ನನ್ನ ರಕ್ಷೆಯು ಅಭಯಕಾಧಾರ, ಅಭಯಕಾಧಾರ, ಅಭಯಕಾಧಾರ. ಜಯತು ಜಯ ಕ್ರಿಸ್ತ, ಜಯತು ಜಯ ಕ್ರಿಸ್ತ, ಜಯತು ಜಯ ಕ್ರಿಸ್ತ. ಒಂದು ದಿನ ಪವಿತ್ರ ಧರ್ಮಸಭೆಯ ನಿಯಮದ ಪ್ರಕಾರ ವಿವಾಹವಾಗುವೆನೆಂದು ಪ್ರಭು ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ವಾಗ್ದಾನ ಮಾಡುತ್ತೇನೆ. ನಿಮ್ಮನ್ನು ದಿನೇ ದಿನೇ ಹೆಚ್ಚಾಗಿ ಅರಿತುಕೊಂಡು ಪ್ರೀತಿ ವಿಶ್ವಾಸದಲ್ಲಿ ನಾವಿಬ್ಬರು ಬೆಳೆಯಲು ಎಲ್ಲ ವಿಷಯಗಳಲ್ಲಿ ಸಹಾಯ ಸಹಕಾರಗಳನ್ನು ನೀಡುತ್ತೇನೆ.
ಅರ್ಪಿತ ಆದ ನಾನು ಜಿಬೀನ್ ಆದ ನಿಮ್ಮನ್ನು ನನ್ನ ಭಾವಿ ಪತಿಯನ್ನಾಗಿ ಸ್ವೀಕರಿಸುತ್ತೇನೆ. ಒಂದು ದಿನ ಧರ್ಮಸಭೆಯ ನಿಯಮದ ಪ್ರಕಾರ ವಿವಾಹ ಸಂಸ್ಕಾರವನ್ನು ನಿಮ್ಮೊಂದಿಗೆ ಸ್ವೀಕರಿಸುವೆನೆಂದು ವಾಗ್ದಾನ ಮಾಡುತ್ತೇನೆ. ನಿನ್ನನ್ನು ಆದಷ್ಟು ಮಟ್ಟಿಗೆ ಅರಿತು ಪ್ರೀತಿ ವಿಶ್ವಾಸದಲ್ಲಿ ಬೆಳೆಯಲು സഹകരിಸುತ್ತೇನೆ. ഇപ്പം നമ്മൾ കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നേ. അപ്പോൾ ചെറുക്കനും പെണ്ണും അവരുടെ എൻഗേജ്മെൻ്റ് ആണോ കല്യാണമാണോ എന്ന് മനസ്സിലായില്ല, അത് വാഗ്ദാനം ചെയ്തതാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം അവർ ആ ലെറ്റർ പരസ്പരം കൈമാറിയതിന് ശേഷം അവർ എല്ലാവരെയും അത് കാണിച്ചു കൊടുത്തു. ശേഷം പേരൻസ് രണ്ട് കൂട്ടരുടെയും ഫോട്ടോയൊക്കെ എടുത്തു. അവർ രണ്ടുപേരും ആ ലെറ്റർ സൈൻ ചെയ്തെന്നാണ് കേട്ടോ തോന്നുന്നത്, അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതിന് ശേഷമാണ് കേട്ടോ അവരെല്ലാവരും ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഈ പ്രോഗ്രാമിനെല്ലാം ശേഷമാണ് റിംഗ് എക്സ്ചേഞ്ച് ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ ചെറുക്കൻ പെണ്ണിനും അതേപോലെ പെണ്ണ് ചെറുക്കനും റിംഗ് എക്സ്ചേഞ്ച് ചെയ്തു. ഇനിയിപ്പം നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നേ. അപ്പം ഇരു കൂട്ടരുടെയും പാരൻസും സിബ്ലിങ്സും എല്ലാം സ്റ്റേജിൽ വന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രസൻസിലായിരുന്നു കേക്ക് കട്ടിങ് സെറമണി ഉണ്ടായിരുന്നത്. ഇതേ സമയം നമുക്ക് എല്ലാവർക്കും ഗസ്റ്റിന് എല്ലാവർക്കും അവർ കേക്കും അതേപോലെ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ വൈനൊക്കെ തന്നത്. നല്ല അടിപൊളി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്, ടേസ്റ്റും നല്ല ഉണ്ടായിരുന്നേ. ഇനിയായിരുന്നു മറ്റൊരു ചടങ്ങ്. അപ്പം വരൻ്റെ ഭാഗത്തുനിന്ന് വന്ന റിലേറ്റീവ്സും പാരൻസും സിബ്ലിങ്സും എല്ലാം ഗിഫ്റ്റുമായിട്ട് വേണം കേട്ടോ വരാനായിട്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, സാരി, അതുപോലെ ബാഗ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പെൺകുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പെൺകുട്ടിക്ക് കൊടുക്കും, ചെറുക്കൻ കൈമാറും. അത് പെൺകുട്ടി അവരുടെ സിബ്ലിങ്സിനാണ് കേട്ടോ കൈമാറുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചടങ്ങായിരുന്നേ, നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, ഇപ്പോൾ കൊണ്ടുവന്ന സാരിയൊക്കെ ഇല്ലേ, അത് വരൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ആരെങ്കിലും പെൺകുട്ടീനെ കൊണ്ടുപോയി ഉടുപ്പിച്ചുകൊണ്ടൊക്കെ വരണേ, ഡ്രസ്സ് മാറിയിട്ട് വരണം. ആ ഒരു ചടങ്ങും ഉണ്ടായിരുന്നേ. അപ്പോൾ ഉടുപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡെല്ലാം കഴിച്ചിട്ടായി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങിയായിരുന്നേ, ബാക്കി ചടങ്ങൊന്നും നിന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഏപ്രിലിലായിരിക്കും, ജിബിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.